പുണ്യമാകുന്ന റമദാനിലാണ് വിശുദ്ധമാകുന്ന ഖുർആനിന്റെ അവതരണം. വിശുദ്ധമാകുന്ന ഖുർആൻ അവതരിപ്പിച്ചത് റമദാനിലാണ്. ഖുർആൻ പറഞ്ഞില്ലേ, ശഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിച്ചത് റമദാൻ മാസത്തിലാണ്. എന്താണ് വിശുദ്ധമാകുന്ന ഖുർആൻ? ആ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ഒരുപാട് സാഹിത്യങ്ങൾ നിറഞ്ഞ ഗ്രന്ഥമാണ്. ഖുർആനോട് സമാനമായ ഗ്രന്ഥം ഒരിക്കലും ലോകത്ത് ഒരാൾക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിച്ചത് ഏതൊരു കാലഘട്ടത്തിലാണ്? സാഹിത്യത്തിന്റെ ഉച്ചകോടിയിൽ നിന്നിരുന്ന സമൂഹം, സാഹിത്യകാരന്മാർ ഭാഷകൾ ധാരാളമായി കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചത്. ഈ ഖുർആനിനെതിരെ പലരും രംഗത്ത് വന്നപ്പോൾ, ഈ ഖുർആനോട് തുല്യമായ ഒന്ന് കൊണ്ടുവരാൻ ഖുർആൻ വെല്ലുവിളിച്ചപ്പോൾ ഒരിക്കലും അവർക്കതിന് കഴിഞ്ഞില്ല. ഒരിക്കലും അതിനവർക്ക് കഴിഞ്ഞില്ല. വിശുദ്ധമാകുന്ന ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ, സൂക്തങ്ങൾ കേൾക്കുമ്പോൾ പലർക്കും മാനസികമായ മാറ്റങ്ങൾ വരികയാണ്. പലർക്കും ഈമാനികമാകുന്ന ആവേശം വരികയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്. അല്ലാഹുവിനെ പറയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ പേരുകൾ പറയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ നിയമങ്ങൾ പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പിടപെടക്കുന്നു, അവരുടെ ഹൃദയങ്ങൾ പീഡിക്കുന്നു. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദതുഹും ഈമാനാ, അത് ഈമാനിനെ അവർക്ക് വർദ്ധിപ്പിക്കുന്നു. ഖുർആൻ ആയത്ത് കേൾക്കുന്നത് കൊണ്ട് ഈമാൻ വർദ്ധിക്കുകയാണ്. ഖുർആൻ ഓത്ത് കേൾക്കൽ കൂലിയുള്ള കാര്യമാണ്. ഖുർആൻ ഓതൽ കൂലിയുള്ള കാര്യമാണ്. ഖുർആനിലേക്ക് നോക്കൽ പുണ്യമുള്ള കാര്യമാണ്. ആ വിശുദ്ധമാകുന്ന ഖുർആൻ എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ, ധാരാളമായി നമ്മൾ പാരായണം ചെയ്യണം. വിശുദ്ധമാകുന്ന ഖുർആൻ കേട്ടുകൊണ്ട് എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എങ്കിൽ അബൂജഹലും അവന്റെ അനുയായികളും അതാ അവിടെയുള്ള മനുഷ്യനോട് പറയുന്നു, വഖാലൽ കാഫിറൂൻ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ. മുഹമ്മദും അനുയായികളും ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഖുർആൻ കേൾക്കാൻ പാടില്ല. വൽഗൗ ഫീഹി, ആ ഖുർആൻ ഓതുന്ന സമയത്ത് അപശബ്ദങ്ങൾ ഉണ്ടാക്കണം. ലഅല്ലകും തഗ്ലിബൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. എത്രയോ ആളുകൾ റസൂലുള്ളാഹിന്റെ ഖുർആൻ കേട്ടുകൊണ്ട്, മുഹമ്മദിന്റെ ഖുർആൻ കേട്ടുകൊണ്ട് അവർക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദും അനുയായികളും ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ ആ ഖുർആൻ ഓതുന്ന സമയത്ത് അതിനെ തടയിടാൻ വേണ്ടി അപശബ്ദങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ പോലും ഖുർആനിൽ അവൻ രംഗത്ത് വന്നപ്പോൾ ആ ഖുർആനിന്റെ സാഹിത്യ ഭംഗി കണ്ടുകൊണ്ട് പലരും പരാജയപ്പെട്ടു പോയി. ഒരു ദിവസം അബൂജഹലും അനുയായികളും സാഹിത്യത്തിന്റെ ഉച്ചകോടിയിൽ നിന്നിരുന്ന വലീദ് ഇബ്നുൽ മുഗീറ എന്ന് പറയുന്ന മനുഷ്യനെ പറഞ്ഞയക്കുന്നു, വലീദേ നീ പോയിട്ട് ആ ഖുർആൻ ഓതുന്നത് തടയണം, അതിനേക്കാൾ വലിയ സാഹിത്യം അവതരിപ്പിക്കണം. വലീദ് പോവുകയാണ്. വലീദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതുന്ന ആ ഒരു സദസ്സിലേക്ക് പോകുമ്പോൾ വലീദിന്റെ മനസ്സങ്ങട്ട് അലിഞ്ഞു പോയി. വലീദിന് ഈമാനികമായ മാറ്റം വരികയാണ്. വലീദ് ഈമാനികമായ മാറ്റം ഖുർആനിന്റെ ആയത്തുകൾ കേട്ടതുകൊണ്ട് വരികയാണ്. ഈ ഖുർആനിനെതിരെ രംഗത്ത് വന്ന ആളുകളെ വിശുദ്ധമാകുന്ന ഖുർആൻ അതാ വെല്ലുവിളിക്കുകയാണ്. എന്താണ് ഖുർആനിന്റെ വെല്ലുവിളി? വൈൻ കുൻതും ഫീ റൈബിൻ മിമ്മാ അൻസൽനാ അലാ അബ്ദിനാ ഫദ്ഉ ബിസൂറത്തിൻ മിൻ മിസ്ലി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ് ഇൻ കുൻതും സാദിഖീൻ
ഖുർആൻ അവരെ വെല്ലുവിളിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനായ അടിമയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ച ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടോ? നിങ്ങൾ വലിയ സാഹിത്യകാരന്മാരെന്ന് പറയുന്നല്ലോ, വലിയ സാഹിത്യത്തിന്റെ ഉച്ചകോടിയിൽ നിൽക്കുന്നവരാണെന്ന് നിങ്ങൾ വാദിക്കുന്നല്ലോ, വലിയ സാഹിത്യം അറിയുന്ന ആളുകളാണല്ലോ. അതേപോലെ തന്നെ നിമിഷ കവികൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അറബി, പെട്ടെന്ന് അറബി പദങ്ങളും അതേപോലെ പദ്യങ്ങളും ഉണ്ടാക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. അവരിലേക്ക് ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് ഖുർആന്റെ വെല്ലുവിളിയാണ് ഈ ഖുർആനോട് തുല്യമായ ഒരു ഗ്രന്ഥം, ഒരു ചെറിയ സൂറത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധ്യമാണോ എന്ന് വെല്ലുവിളിച്ചപ്പോൾ ആ വെല്ലുവിളി ചില ആളുകൾ സ്വീകരിക്കുകയാണ്. എന്നാൽ നമുക്ക് ഖുർആനോട് എതിരായിട്ട് ഒരു തുല്യമായി നമുക്ക് കൊണ്ടുവരാം, ചെറിയ സൂറത്തല്ലേ, കൊണ്ടുവരാൻ വേണ്ടി ഖുർആൻ അവരെ വെല്ലുവിളിച്ചത്. അങ്ങനെ അവര് ഒരു സാഹിത്യത്തിന്റെ ഒരു ചെറിയ വാചകം കൊണ്ടുവരുന്നു. അവരുടെ ഉക്കാസ എന്ന് പറയുന്ന സാഹിത്യ സദസ്സിൽ ആ ഖുർആനിനെതിരെ ഒരു ചെറിയതാകുന്ന സാഹിത്യ ഗ്രന്ഥം കൊണ്ടുവരുന്നു. എന്താ അവർ കൊണ്ടുവന്നത്? അൽഫീലു വൽഫീൽ ലഹു ദനബുൻ തബീൽ വലഹു ഖുർതൂൻ തബീൽ. ആനയെ കുറിച്ച് വിശദീകരണം കൊടുക്കുന്ന ഒരു ചെറിയ വാചകം കൊണ്ടുവരികയാണ്. ആന, എന്തൊരു ആന? അൽഫീലു വൽഫീൽ ലഹു ദനബുൻ തബീൽ, അതിനെ നീളമുള്ള പാലുണ്ട്, വലഹു ഖുർതൂൻ തബീൽ, നീളമുള്ള തുമ്പിക്കൈയുണ്ട്. ഇതങ്ങട്ട് കൊണ്ടുവന്നപ്പോ എല്ലാവരും പറഞ്ഞു, സാഹിത്യകാരന്മാര് ആ ഉക്കാസ എന്ന് പറയുന്ന സാഹിത്യ സദസ്യരുണ്ട്, അവരൊക്കെ പുച്ഛത്തോടെ തള്ളുകയാണ്. ഇത് ഒരിക്കലും ഖുർആനോട് തുല്യമായ ഒന്നല്ല. ഖുർആനിന്റെ ചെറിയ ഒരു വരിയോട്, ഒരു ചെറിയ സൂക്തത്തോട് പോലും യോജിക്കാത്ത സാഹിത്യമായ ഒന്നാണ്, ഒരിക്കലും സാഹിത്യത്തിനോട് യോജിക്കാത്ത ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവജ്ഞയോടെ അവർ കൊണ്ടുവന്നത് തള്ളുകയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, കുല്ലൈലി തമതിൽ ഇൻസു വൽ ജിന്നു അലാ അയ്യതു ബിമിസ്ലി ഹാദൽ ഖുർആൻ. ഈ ഖുർആനോട് സമാനമായ ഒരു ചെറിയതെന്തെങ്കിലും കൊണ്ടുവരാൻ അവർ തുനിഞ്ഞാൽ ഒരിക്കലും അവർക്ക് കഴിയൂല. അവരിൽ ഒരു വിഭാഗം മറ്റേ വിഭാഗത്തെ സഹായിച്ചാലും അവർക്കതിന് കഴിയുകയില്ലെന്ന് വിശുദ്ധമാവുന്ന ഖുർആൻ വെല്ലുവിളിച്ചെങ്കിൽ ആ ഖുർആൻ അതിന്റെ പ്രത്യേകത എന്താണ്? സഹോദരിമാരെ, ഉമ്മമാരെ, ആ ഖുർആൻ നമുക്ക് കേൾക്കുമ്പോൾ വീണ്ടും കേൾക്കണം എന്നുള്ള ചിന്ത മനസ്സിൽ വരികയാണ്. ഒരു പാട്ട് നമ്മൾ പാടുമ്പോൾ, ഒരു പുതിയ പാട്ടിറങ്ങി 1-2 പ്രാവശ്യം കേട്ടാൽ അത് പിന്നെ നമുക്ക് കേൾക്കാൻ മനസ്സുണ്ടാവൂല. എന്നാൽ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച ഖുർആൻ അത് ദൈവിക ഗ്രന്ഥമാണ്, അല്ലാഹുവിന്റെ വചനങ്ങളാണ്, അമാനുഷികമായ ഗ്രന്ഥമാണ്. ആ ഒരു അമാനുഷികതയെ അറിയിക്കുന്ന രൂപത്തിലാണ് ഖുർആന്റെ നിലനിൽപ്പ്. അതുകൊണ്ട് ആ ഖുർആൻ ധാരാളമായി നമ്മൾ ഓതണേ, ആ ഖുർആൻ നമ്മുടെ വീട്ടിൽ വെച്ച് ഓതണേ. ആ ഖുർആൻ ഓതുന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരികയാണ്. ആ ഖുർആൻ ഓതുന്ന സ്ഥലം അത് ബറക്കത്തുള്ള സ്ഥലമാണ്. ഖുർആൻ ഓതുന്ന നാവ് ബറക്കത്തുള്ള നാവാണ്. ഖുർആൻ പിടിക്കുന്ന കൈ ബറക്കത്തുള്ള കൈയാണ്. ഖുർആൻ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ അത് ബറക്കത്തുള്ള വീടാണ്, റൂമാണ്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, ആ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം. ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഖുർആൻ നമുക്ക് വലിയ ബറക്കത്താണ്, ജീവിതം ബറക്കത്താണ്, ഖബർ രക്ഷയാണ്, മരിക്കുന്ന സമയത്ത് ഈമാൻ വർദ്ധിക്കാൻ കാരണമാണ്. ആ ഖുർആൻ പഠിച്ചത് മറക്കുന്നത് വലിയ പാപമാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. അതല്ലേ ലോകത്തിന്റെ ഹബീബ് മഹാനാകുന്ന മുഹമ്മദ് മുസ്തഫ, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. അറബികൾക്കും അനറബികൾക്കും നേതാവായ ലോകത്തിന്റെ ഹബീബ് മഹാനാകുന്ന മുഹമ്മദ്
ചൊല്ലിക്കോ മദീനയിലേക്ക് ഒരു സ്വലാത്ത് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ ഖുർആൻ ഉമ്മയെ കുറിച്ച് ഒരുപാട് ഗുണങ്ങൾ മുസ്ലിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഖുർആൻ ഓതുന്ന സ്ഥലത്തേക്ക് റഹ്മത്ത് വരും. ആ ഖുർആൻ ഓതുന്നവർ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളുകളാണ്. അതല്ലേ സ്വഹാബിയാകുന്ന ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇങ്ങനെ വീട്ടിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതുകയാണ്. വീട്ടിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ അതാ ഖുർആനിന്റെ ആ ഒരു ശബ്ദം കേട്ടുകൊണ്ട് അതാ ഒരു ഭംഗിയുള്ള വസ്തു ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്ത് തൊഴുത്തിൽ അതാ ഒരു കുതിരയെ കെട്ടിയിട്ടുണ്ട്. ഈ വസ്തുവിനെ കണ്ടുകൊണ്ട് കുതിര ഇങ്ങനെ ചാടുകയാണ്. എന്തിനാണ് ചാടുന്നത് എന്ന് ഒരിക്കലും ഉസൈദ് ഇബ്നു ഹുദൈർ അറിയുന്നില്ല. അദ്ദേഹം ഖുർആൻ ഓതുമ്പോൾ കുതിര ചാടുന്നു. അദ്ദേഹം ഓത്ത് നിർത്തിയപ്പോൾ ഖുർആന്റെ ഓത്ത് നിർത്തിയപ്പോൾ കുതിര ചാട്ടം നിർത്തി. രണ്ടാമതും അദ്ദേഹം ഖുർആൻ ഓതുന്നു. അപ്പോൾ മുമ്പത്തേക്കാൾ കൂടുതൽ കുതിര ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അതാ ഖുർആൻ നിർത്തി. അപ്പോൾ കുതിരയും ചാടുന്നില്ല. മൂന്നാമതും അദ്ദേഹം അതാ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ മുമ്പത്തേക്കാൾ ശക്തമായ രൂപത്തിൽ ഖുർആനിന്റെ ഓത്ത് കേട്ടുകൊണ്ട് കുതിര ഇങ്ങനെ ചാടുകയാണ്. അദ്ദേഹം പേടിച്ചു പോയി. അദ്ദേഹത്തിന്റെ വീട് വളരെ ചെറുതാണ്. അദ്ദേഹത്തിന്റെ മോന് ഈ കുതിരയെ കെട്ടിയിട്ട സ്ഥലത്താണ് ഉറങ്ങുന്നത്. കുതിരയെങ്ങാനും അതാ ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് ചാടി വീഴുമോ എന്ന് പേടിച്ചുകൊണ്ട് അദ്ദേഹം ഖുർആൻ ഓത്ത് നിർത്തി പോയി നോക്കുമ്പോൾ അത്ഭുതകരമായ കാഴ്ചയാണ് മഹാനവറുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഴൽ പോലെ ഭംഗിയുള്ള ഒരു വസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. അതിനെ കണ്ടുകൊണ്ടാണ് കുതിര ചാടുന്നത്. അതൊന്നും അറിയുന്നില്ല, എന്താണെന്ന് അറിയുന്നില്ല. ഈ കാര്യത്തിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഇലാ ഹദറത്തി റസൂലില്ലാഹ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ ഇങ്ങനെ ഖുർആൻ ഓതുന്ന സമയത്ത് എന്റെ ഖുർആനിന്റെ ശബ്ദം കേട്ടുകൊണ്ട് കുതിര ഇങ്ങനെ ചാടുകയാണ്. ഞാൻ ഓത്ത് നിർത്തി, കുതിരയും ചാട്ടം നിർത്തി. രണ്ടാമത് ഞാൻ ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ മുമ്പത്തേക്കാൾ ശക്തമായി കുതിര ചാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഓത്ത് നിർത്തിയപ്പോൾ കുതിരയും ചാട്ടം നിർത്തി. വീണ്ടും ഞാൻ ഖുർആൻ ഓതുമ്പോൾ കുതിര ഇങ്ങനെ കൂടുതൽ ശക്തമായി ചാടിക്കൊണ്ടിരിക്കുന്നു. എന്റെ പൊന്നുമോന് കിടന്നുറങ്ങുന്ന സ്ഥലത്താണ് കുതിരയുള്ളത്. ഈ കുതിരയെക്കാളും ചാടി കുട്ടിയുടെ ശരീരത്തിലേക്ക് വീഴുമോ എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ കുതിര ചാട്ടം നിർത്താൻ വേണ്ടി ഞാൻ ഓത്ത് നിർത്തി. അങ്ങനെ ഞാൻ ആ കുതിരയുടെ അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ ഭംഗിയുള്ള ഒരു വസ്തുവിനെ ഞാൻ കണ്ടു. എന്താണ് നബിയെ, എനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് ചോദിക്കുമ്പോ ലോകത്തിന്റെ ഹബീബ് മഹാനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറുപടി, ഉസൈദേ നീ ഓദിക്കോ, നീ ധാരാളമായി ഓദിക്കോ. അത് തിരുക്കമലായികത്തുർ റഹ്മാൻ, അത് റഹ്മത്തിന്റെ മലക്കുകളാണ്. നിന്റെ ഖുർആനിന്റെ ഓത്ത് കേൾക്കാൻ വേണ്ടി, കേട്ട് ആസ്വദിക്കാൻ വേണ്ടി, ആ ശ്രവണമാധുര്യമായ ശബ്ദം കേട്ട് അതിൽ ലയിക്കാൻ വേണ്ടി റഹ്മത്തിന്റെ മലക്കുകളാണ് വന്നിരിക്കുന്നത്. നീ ഇങ്ങനെ ഓത്ത് തുടർന്നുകൊണ്ട് ആ ഒരു ഓത്ത് നിർത്താതെ മുന്നോട്ട് പോയാൽ മദീനയുള്ള കുട്ടികൾക്ക് അതിനെ പിടിക്കാമായിരുന്നു, കാണാമായിരുന്നു എന്ന് ലോകത്തിന്റെ ഹബീബ് മഹാനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതുന്നതിനെ കുറിച്ച്, അതിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മൾ ധാരാളമായി ഖുർആൻ ഓതണേ. നമ്മൾ മൊബൈൽ ഇങ്ങനെ തുറക്കാണ്, മൊബൈൽ തുറന്നുകൊണ്ട് ചാനലുകൾ കാണുകയാണ്, വാർത്തകൾ കാണുകയാണ്. എന്നാൽ ജീവിതത്തിൽ ഒരു സമയം ഖുർആൻ ഓതാൻ നമ്മൾക്ക് സമയം കാണണം.
ആ ഖുർആൻ ഖബറിലേക്ക് വല്ലാത്ത രക്ഷയാണ്. ഖുർആൻ ഖബറിലേക്ക് വല്ലാത്ത സഹായമാണ്. നമ്മളെല്ലാ ദിവസവും അതാ ഒരു മനുഷ്യനെ ഖബർ എന്ന് വിളിക്കുകയാണ്. അൽ ഖബ്റു യുനാദി കുല്ല യൗമിൻ ഖംസ മർറാത്ത്. 5 പ്രാവശ്യം ഒരു മനുഷ്യനെ ഖബർ വിളിക്കുകയാണ്. നാം പോയി കിടക്കുന്ന ഖബറാകുന്ന മണ്ണറയുണ്ടല്ലോ, അത് എവിടെയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ ജനിച്ച സ്ഥലത്ത് നിന്ന് മണ്ണെടുത്തു, ആ സ്ഥലത്തേക്കാണ് നമ്മളെ മടക്കുന്നത്. അയ്യപ്പോൾ നമ്മളെ മട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തുകൾ ആളുകൾ ജോലിക്ക് പോയി അവിടുന്ന് മരിക്കുന്ന സംഭവങ്ങളുണ്ട്. മക്കയിലും മദീനയിലും മറമാടപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെ എവിടെയാണ് ഒരു മനുഷ്യന്റെ മണ്ണെടുത്തത് അവിടെ വെച്ചുകൊണ്ടാണ് മനുഷ്യന്റെ മടക്കം. അതല്ലേ ഖബറിലേക്ക് മനുഷ്യനെ വെച്ചാൽ, മൂടുകല്ല് വെച്ചാൽ ഉമ്മമാരെ 3 പ്രാവശ്യം ഖബറിലേക്ക് മണ്ണ് വാരി ഇടുന്നു. ഒന്നാമത്തെ പിടി മണ്ണ് വാരുമ്പോൾ എന്താണ് പറയുന്നത്? മിൻഹാ ഖലഖനാകും, മണ്ണിൽ നിന്നാണ് നിങ്ങളെ നമ്മൾ പടച്ചത്, മണ്ണിൽ നിന്നാണ് നിങ്ങളെ നമ്മൾ പടച്ചത്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്കാണ് നിങ്ങളെ മടക്കുന്നത്. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, മറ്റൊരു സമയത്തതാ ഈ മണ്ണിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും ജന്മം നൽകുകയാണ്. ഉമ്മമാരെ, ആ ഒരു മണ്ണിലല്ലേ നാം പോയി കിടക്കേണ്ടത്, ആ ഒരു മണ്ണിലല്ലേ നമുക്ക് കിടക്കേണ്ടത്. ഇന്നലെ രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോ നമ്മോട് കൂടെ നമ്മളെ ഭർത്താവുണ്ട്, നമ്മളെ ഭാര്യയുണ്ട്, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, സഹായത്തിന് ആളുകളുണ്ട്. മരണപ്പെട്ടാൽ നമ്മുടെ ശരീരം ഖബറിൽ വെച്ചാൽ നമുക്ക് സഹായത്തിന് ആരുമില്ല, നേരം പോക്കിന് ആരും കൂടെയില്ല. ആ ഖബറിലൊക്കെ സഹോദരിമാരെ നമ്മൾ കിടക്കേണ്ടവരല്ലേ, മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ, കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേലില്ലേ, മാംസങ്ങളും പുഴു തിന്നതത്ഭുതമല്ലേ, ഉദരം ക്രമേണ പുഴുത്ത് ചീഞ്ഞൊലിച്ചില്ലേ, അത് പൊട്ടിയ ഖബർ നിറഞ്ഞതത്ഭുതമല്ലേ, ഫോൺ കമ്പിലച്ചത് മുഴുവനും നിലച്ചില്ലേ, അവർക്കുള്ള യാതതത്ഭുതമല്ലേ. ആ ഒരു ഖബറിൽ ലോകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയാത്ത ഖബറിൽ നാം ഓരോരുത്തരും പോയി കിടക്കേണ്ടവരല്ലേ. നമുക്ക് മരണമില്ലേ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, നമ്മുടെ ഉമ്മമാര് നഷ്ടപ്പെട്ടു, നമ്മുടെ ഉപ്പമാര് നഷ്ടപ്പെട്ടു, നമ്മുടെ പലരും ഭർത്താക്കന്മാര് വിട പറഞ്ഞുപോയി, നാം സ്നേഹിച്ചിരുന്ന പലരും വിട പറഞ്ഞുപോയി. അവരുടെ പേര് ഫാത്തിമ എന്നാണ്, ആയിഷ എന്നാണ്. പക്ഷേ മരണപ്പെട്ട അവരുടെ പേര് മാറുകയാണ്. പിന്നെ ആയിഷാത്ത എന്ന് പറയൂല, ഫാത്തിമാത്ത എന്ന് പറയൂല, ഖദീജാത്ത എന്ന് പറയൂല. പിന്നെ പറയുന്നത് മയ്യിത്താണ്. എപ്പോഴാണ് മയ്യിത്ത് എടുക്കുന്നത്, എപ്പോഴാണ് മയ്യിത്ത് കുളിപ്പിക്കാൻ വെക്കുന്നത്, എപ്പോഴാണ് മയ്യിത്ത് മറമാടുന്നത്, അങ്ങനെ നമ്മുടെ പേര് മറ്റൊരു പേരായി മാറി. എല്ലാവരും മരണപ്പെട്ട ആളുകളുടെ പേര് മയ്യിത്ത് എന്നാണ്. എന്റെ സഹോദരിമാരെ, ആ ഒരു മരണം നമുക്കെല്ലാവർക്കും ഇല്ലേ. ലോകത്തിന്റെ ഹബീബ് മഹാനാകുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. ഫലൗകാനത്തി ദുനിയാ ബഖാഉൽ ലിസാകിനി കകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഈ ലോകത്തിൽ ആരെങ്കിലും അവശേഷിക്കുമായിരുന്നെങ്കിൽ ലോകത്തിന്റെ ഹബീബ് മഹാനാകുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകാതെ എന്നേക്കും അവശേഷിക്കുമായിരുന്നു. പക്ഷേ ആ നബി തങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു മരണം വാജിബാക്കി. ولو أحد ينجو عن الموت سالما لسهم المنايا قد أصاب محمدا صلاة
تسليم وأزكى تحيتي على المصطفى المختار خير البرية. നമുക്കൊക്കെ നിർബന്ധമാണ്. നാം ഒരു സമയത്ത് ഒരു ദിവസം യാത്ര പോകേണ്ടവരാണ്. ആ യാത്ര പോകുമ്പോൾ നാം ക്ലാസ്സിൽ വന്ന സമയത്ത് നാം അതാ പർദ്ദ ധരിച്ചു, സ്വയം ധരിച്ചു, നാം ഒക്കെ സ്വയം കുളിച്ചു, നമ്മുടെ വസ്ത്രം നമ്മൾ സ്വയം മാറ്റി, അതേപോലെ നാം ബ്രഷ് ചെയ്തു, അതേപോലെ തന്നെ നാം കുളിച്ചപ്പോൾ തോർത്തുകൊണ്ടുകൊണ്ട് നാം സ്വയം തോർത്തി. എന്നാൽ എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ ഉമ്മമാരെ, നാം മരണപ്പെട്ടാൽ നമുക്ക് ഡ്രസ്സ് മാറ്റാൻ കഴിയൂല. നാം ധരിച്ച ഡ്രസ്സ് മറ്റൊരാൾ വന്നുകൊണ്ട് മാറ്റുകയാണ്, വേറൊരു തുണി കൊണ്ട് നമ്മുടെ ശരീരം മൂടുകയാണ്. അതാ ഇതുവരെ നാം സ്വന്തം കുളിച്ചുവെങ്കിൽ നമ്മെ വേറൊരാൾ വന്നുകൊണ്ട് കുളിപ്പിക്കുകയാണ്, വേറൊരാളുകൾ വന്നുകൊണ്ട് കുറെ ആളുകൾ വന്നുകൊണ്ട് നമ്മെ കുളിപ്പിക്കുകയാണ്, വേറെ കുറെ ആളുകൾ വന്നുകൊണ്ട് നമുക്ക് മൂക്കിൽ പഞ്ഞി വെക്കുകയാണ്, കണ്ണിൽ പഞ്ഞി വെക്കുകയാണ്, വായിൽ പഞ്ഞി വെക്കുന്നു, ചെവിയിൽ പഞ്ഞി വെക്കുന്നു, എല്ലാ ദ്വാരങ്ങളുടെ ഭാഗത്തും പഞ്ഞി വെച്ചുകൊണ്ട് 3 തുണി കൊണ്ട് നമ്മളെ മൂടുകയാണ്. നാം എല്ലാം അറിയുന്നു, പക്ഷേ നമുക്ക് തടുക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ ഈ ഒരു കർമ്മം ചെയ്തുകൊണ്ട് അവസാനം നമ്മളെ കൊണ്ടുപോകുന്നു. നാം കാറിൽ യാത്ര ചെയ്തിട്ടുണ്ട്, നാം ട്രെയിനിൽ പോയിട്ടുണ്ട്, ബസ്സിൽ പോയിട്ടുണ്ട്, ജീപ്പിൽ പോയിട്ടുണ്ട്, വാഹനത്തിൽ പോയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇതുവരെ കയറാത്ത അവസാനത്തെ വാഹനം കൊഞ്ചി കൊഞ്ചി ആറുകാൽ കൊഞ്ചം വിട്ടാൽ, കൊഞ്ചി 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 4 കാൽ, കൊഞ്ചം വിട്ടാൽ 2 കാൽ, ആടി ആടി 3 കാൽ, ആട്ടം വിട്ടാൽ 6 കാൽ. 6 കാലത്തെ മയ്യത്ത് കെട്ടിൽ ചെറുപ്പത്തിൽ നമ്മള് പിന്നെ ഇങ്ങനെ മുട്ടി നടക്കുകയാണ്. മുട്ടുമുട്ടി നടക്കുമ്പോ 4 കാലിൽ നടക്കുകയാണ്, 2 കൈയും 2 കാലും. അതാണ് കൊഞ്ചി കൊഞ്ചി 4 കാൽ, കൊഞ്ചം വിട്ടാൽ 2 കാൽ. പിന്നെ സഞ്ചരിക്കുന്നത് 2 കാല് കൊണ്ടാണ്. എന്നാൽ പ്രായമായി കഴിഞ്ഞാൽ വടി കൊണ്ട് നമ്മൾ നടക്കുകയാണ്. വടി ഉണ്ടാകുന്ന സുന്നത്താണ്. പ്രായമായി കഴിഞ്ഞാൽ വടി ഉണ്ടാകുന്ന സുന്നത്താണ്. മുത്തുനബി തങ്ങൾ ആ വടി ഉപയോഗിച്ചിരുന്നു. അതാണ് ആടി ആടി 3 കാൽ, ആട്ടം വിട്ടാൽ 6 കാൽ. 6 കാലുള്ള മയ്യത്ത് കെട്ടിൽ അവസാനത്തെ യാത്ര പോകുമ്പോൾ ആ വീട്ടിലുള്ള മറ്റവരും ഉടയവരും കരഞ്ഞു പോവുകയാണ്, എല്ലാവരും സങ്കടപ്പെടുകയാണ്. എന്റെ ഉമ്മാനെ കൊണ്ടുപോകുന്നു. ഉമ്മ എന്റെ സ്വന്തം കുടുംബത്തിലേക്ക് പോകുമ്പോ വേറെ ദിവസം തിരിച്ചു വരും. എന്റെ ഉമ്മ പോയാൽ തിരിച്ചു വരാത്ത യാത്രയാണ്, തിരിച്ചു വരാത്ത യാത്ര പോകുന്ന എന്റെ ഉമ്മ, എന്റെ പൊന്നുപ്പ, എന്റെ പൊന്നു ഭർത്താവ്, എന്റെ മക്കളിതാ യാത്ര പോയി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര. ആ കട്ടിലിൽ മനുഷ്യനെ കയറ്റിക്കൊണ്ട് എല്ലാവരും കട്ടിൽ പിടിച്ചുകൊണ്ട് പറയുന്ന ദിക്റു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ലിപ്പോകുമ്പോൾ നമ്മുടെ പള്ളിയിലേക്ക് നമ്മുടെ ശരീരം കൊണ്ടുവന്നു വെക്കുന്നു. ആ പള്ളിയിലതാ ഉസ്താദ് പറയുന്നു, ഈ നാട്ടിലെ ഇന്നാളിന്റെ മയ്യിത്താണ്, ഇന്നാളിന്റെ മയ്യിത്താണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹക്കടപാടുണ്ടെങ്കിൽ ആ ഹക്കടപാട് വീട്ടണം. അത് വീട്ടാൻ വേണ്ടി നമുക്ക് വീട്ടാൻ കഴിയില്ല, നമ്മളെ മക്കളെയും ബന്ധപ്പെട്ട ആളുകളെയും ഏൽപ്പിക്കുന്നു. എന്നിട്ട് മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞ് ആ മയ്യിത്ത് കട്ടിലിൽ നമ്മുടെ ശരീരം കൊണ്ടുപോയി ആ ഖബറിന്റെ അടുത്തങ്ങോട്ട് വെക്കുമ്പോ അവസാനത്തെ വീടാൻ ഒരിക്കലും തിരിച്ചു വരാത്ത വീട്ടിലേക്ക് നമ്മുടെ ശരീരം വെക്കുമ്പോ എന്റെ ഉമ്മമാരെ കഫം കൂടെ കൊണ്ട് നമ്മുടെ ശരീരം ചുറ്റിയിട്ടുണ്ടെങ്കിൽ ആ കഫം കൂടെ കബറിന്റെ ഭാഗത്ത് നിന്ന് മാറ്റുകയാണ്. എന്നിട്ടോ നമ്മുടെ കബറുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും ഈ കബറ് കൊണ്ട് നമ്മുടെ കബറിലേക്ക് ആളുകൾ നോക്കുമ്പോ ഇയാള് ഭംഗിയുള്ള ആളാണ്, ഇവര് ഭംഗിയുള്ളവളാണ് എന്നൊക്കെ പറയുന്ന മുഖമുണ്ടല്ലോ,
ആ മുഖം നമ്മൾ പൗഡർ ഇടുന്നു, നമ്മൾ സുമ എഴുതുന്നു, കൺമഷി എഴുതുന്നു, നമ്മൾ നല്ല രൂപത്തിൽ ആ മുഖം മിനുക്കുകയാണ്. എന്തുകൊണ്ട്? ആളുകളടുത്ത് പോകുമ്പോൾ ഭംഗിയാകണം എന്നുള്ള ചിന്തയാണ്. അല്ലാഹുവിന്റെ സംസ്കരിക്കാൻ നിൽക്കുമ്പോ ആ രൂപത്തിലാണ് നമ്മൾ ഭംഗിയാകേണ്ടത്. ഒരിക്കലും നമ്മൾ പുറത്തു പോകുമ്പോൾ സുഗന്ധം പൂശാൻ, സഹോദരിമാരെ സുഗന്ധം പൂശാൻ പാടില്ല. ഭർത്താവിന്റെ അടുത്താകുമ്പോൾ സുഗന്ധം പൂശണം, ഭർത്താവിനെ ആകർഷിപ്പിക്കാൻ. അതല്ലാതെ സ്ത്രീകൾ ഒരിക്കലും പുറത്തു പോകുമ്പോൾ സുഗന്ധം പൂശാൻ പാടില്ല. നിസ്കരിക്കാൻ പാടുമ്പോൾ സുഗന്ധം പൂശണം. നമ്മൾ നിസ്കാരക്കുപ്പായൊക്കെ നല്ല വൃത്തിയുള്ള നിസ്കാരക്കുപ്പായ, നല്ല കാണാൻ ഭംഗിയുള്ള വൃത്തിയുള്ള ഡ്രസ്സായിരിക്കണം നിസ്കാരക്കുപ്പായം. ആ ഒരു നിസ്കാരക്കുപ്പായത്തിന് സുഗന്ധം പൂശണം. നാം നിസ്കരിക്കുന്ന സ്ഥലവും അതേപോലെ വസ്ത്രവും ശുദ്ധിയുള്ളതാകണം. കുട്ടികൾ മൂത്രൊഴിച്ച ഭാഗത്തും നജസുള്ള ഭാഗത്തും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ആ ഒരു നമ്മുടെ മുഖം നമ്മൾ മിനുക്കുകയാണ്. ആ മുഖം നമ്മൾ മിനുക്കിയ മുഖമുണ്ടല്ലോ, നമ്മുടെ ശരീരം, ആ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട അവയവമാണ് മുഖം. ആ മുഖത്തുള്ള കഫം തുണി നീക്കിയിട്ട് ഖബറിന്റെ മണ്ണിലേക്ക് അങ്ങോട്ട് ചേർക്കുകയാണ്. അവൻ ചരിച്ചു കടത്തുന്നു, അവിടെ ചരിച്ചു കടത്തുന്നു. തലയിൽ ഒരു ഇഷ്ടിക വെച്ച് കൊടുത്തുകൊണ്ട് അതാ ഈ മനുഷ്യനെ മണ്ണിലേക്ക് ചേർക്കുമ്പോൾ അതാണ് മണ്ണിൽ നിന്നും നിങ്ങളെ നമ്മൾ പടച്ചു, ആ മണ്ണിലേക്ക് മടക്കി. പിന്നെ എന്റെ സഹോദരിമാരെ അതാ മൂടുകല്ല് വെക്കുകയാണ്. മൂടുകല്ല് വെക്കുക, ഇതൊക്കെ ഖബറിൽ കിടക്കുന്ന ആൾ അറിയുകയാണ്. അങ്ങനെ പിന്നീട് മണ്ണിട്ടുകൊണ്ട് ആ ഖബർ മൂടുമ്പോൾ ആരുമില്ലാത്ത ഒരു ഖബറിൽ നമ്മൾ കിടക്കുമ്പോ ആ ഖബറിൽ നമുക്ക് കൂട്ടാളിയായി ആരാണ്? ഉമ്മമാരെ. അതാണ് ലോകത്തിന്റെ ഹബീബ് മഹാനാകുന്ന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത്, അൽ ഖബ്റു യുനാദി കുല്ല യൗമിൻ ഖംസ മർറാത്ത്. 5 പ്രാവശ്യം ഒരു മനുഷ്യനെ ഖബറിൽ കുളിക്കുകയാണ്. 5 പ്രാവശ്യം ഒരു മനുഷ്യനെ ഖബറിൽ വിളിക്കുന്നു. ഒന്നാമത്തെ വിളി എന്താണ്? അനബൈതുൽ വഹദതി വൽ വഹ്ശ. ഞാൻ ഏകാന്തതയുടെ വീടാണ്, നീ ഒറ്റക്ക് പാർക്കുന്ന വീടാണ്. ഇന്നലെ രാത്രി നീ കിടന്നുറങ്ങുമ്പോൾ നിന്നോട് കൂടെ ഭാര്യയുണ്ട്, നിന്റെ ബന്ധപ്പെട്ട ഉറ്റവരുണ്ട്, ഉടയവരുണ്ട്. നീ മരണപ്പെട്ടാൽ ഇന്ന് ഖബറിൽ നിനക്കാരുമില്ല. അതുകൊണ്ട് നീ മരിച്ചു വരുമ്പോൾ, മരണപ്പെട്ടു വരുമ്പോൾ ഒരു അനീസിനെ കൊണ്ടുവരണം. അനീസ് മഹാന്മാരാകുന്ന സഹാബികൾ, അവരെ അറിവ് കേൾക്കാൻ വലിയ താല്പര്യമുള്ള ആളുകളാണ്. ഇന്ന് നമ്മൾ ഖുർആൻ ക്ലാസ് വെച്ചപ്പോ ആളുകൾ കുറഞ്ഞു പോവുകയാണ്. ഇൽമിന്റെ മഹത്വം വലിയ മഹത്വമാണ്. എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, നമുക്ക് അറിവ് ലഭിച്ചാൽ ആ അറിവ് ഒരു പ്രകാശമാണ്. അള്ളാഹു പ്രകാശമായതുപോലെ ആ അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ ഒരു ഭാഗ്യമാണ്, അക്ഷയമാണ് അറിവ്. ആ അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഹൃദയം ശുദ്ധിയാവുകയാണ്, അതുകൊണ്ട് ഹൃദയം നന്നാവുകയാണ്. ആ അറിവ് കരസ്ഥമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അറിവില്ലാതെ അമലുകൾ ചെയ്താൽ ആ അമലുകൾ അല്ലാഹു ഒരിക്കലും സ്വീകരിക്കുകയില്ല. ഒരിക്കലും ആ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കൂല, തള്ളപ്പെടുകയാണ്. ഫമയ്യകുൻ ബിഗൈരി ഇൽമിൻ യഅമലു അഅമാലുഹു മർദൂദത്തുൻ ലാ തുഖബലു. അമലുകളെ ഒരു മനുഷ്യൻ അറിവില്ലാതെ ചെയ്താൽ ഒരിക്കലും അല്ലാഹു സ്വീകരിക്കൂല. നിസ്കാരത്തിന്റെ മസലയായാലും നോമ്പിന്റെ മസലകളായാലും അതേപോലെ തന്നെ മറ്റുള്ള ഓരോരോ അമലുകളുടെ മസലകളായാലും നന്നായി പഠിക്കണം. അത് മാത്രം അത് ആ ഒരു പഠിച്ചത് കൊണ്ടാണ് നമുക്ക് വിജയമുണ്ടാവുക. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ്? സ്കൂൾ എത്രമാത്രം കുട്ടികളെ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാണ്. കൂട്ടത്തിൽ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, എന്റെ കരളിന്റെ കഷ്ടങ്ങളാകുന്ന ഉമ്മമാരെ, നമ്മുടെ മക്കളെ അറിവ് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം.
നമ്മുടെ മക്കൾക്ക് ആവശ്യമായ വിജ്ഞാനം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ആ ഇൽമു നമുക്ക് ലഭിച്ചാൽ അതുകൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയാണ്, ഹൃദയം വിശാലമാവുകയാണ്. എന്നാൽ ഇന്ന് അറിവില്ലാത്തതിന്റെ പേരിൽ സ്വന്തം ഉമ്മമാരെ കൊല്ലുന്ന മക്കൾ എത്രയുണ്ട്. കഞ്ചാവും ലഹരിയും മറ്റുള്ള മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മാതാവിന്റെ സ്ഥാനം കൊടുക്കാതെ, ഉപ്പാന്റെ സ്ഥാനം കൊടുക്കാതെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും പിന്നിലേക്ക് കടാര ഇറക്കി പൊത്തിക്കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നാം ജീവിക്കുന്നത്. ഈ അടുത്ത് അതാ തെക്കൻ കേരളത്തിലെ വെഞ്ഞാറം ഓടുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് അഫാൻ എന്ന് പറയുന്ന മുസ്ലിമായ ചെറുപ്പക്കാരൻ, പേരിൽ മാത്രമാണ് മുസ്ലിം, ഇന്നലെ പറഞ്ഞതുപോലെ ആ പേര് മാത്രം, പേര് പോലും ചില മുസ്ലിമിന്റെ പേരാണോ മുസ്ലിം അല്ലാത്തവന്റെ പേരാണെന്ന് അറിയില്ല. അങ്ങനെ കഞ്ചാവും ലഹരിയും ഉപയോഗിച്ചതിന്റെ പേരില് മനുഷ്യന്റെ ജീവിതം അങ്ങോട്ട് മാറി. സ്വന്തം ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ചു, അതേപോലെ തന്നെ കുടുംബിനിയെ കൊന്നു, കാമുകിയെ കൊന്നു, കുടുംബത്തിലുള്ള 5ഓളം വരുന്ന അംഗങ്ങളെ ഈ ചെറുപ്പക്കാരൻ കൊന്നു. എങ്കിൽ ലഹരി ഉപയോഗിച്ചു, ലഹരിക്ക് അഡിക്റ്റായി ജീവിച്ചു. പിന്നെ ആ ലഹരിക്ക് അഡിക്റ്റായി കഴിഞ്ഞാൽ ഉമ്മയാരാണ്, ഉപ്പയാരാണ്, കുടുംബത്തിലുള്ള ആളുകൾ ആരാണ്, നമ്മുടെ സ്ഥാനം എന്താണെന്ന് അറിയൂല. അവര് ആ ഒരു പ്രത്യേകമായ ഒരവസ്ഥയിലാണ്. അവരെ നിയന്ത്രിക്കുന്നത് പിശാചാണ്, അവരെ നിയന്ത്രിക്കുന്നത് ശൈത്താനാണ്. അതുകൊണ്ട് അറിവില്ലാത്തതിന്റെ പേരിൽ മക്കൾ തെറ്റിലേക്ക് അകപ്പെടുമ്പോൾ, എന്റെ ഉമ്മമാരെ, നമ്മുടെ ഈ സ്ഥലത്ത് 10ാം ക്ലാസ് വരെ പഠിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളെ ആ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കണം. അതോടൊപ്പം നമ്മുടെ പേരക്കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം ദർസിലേക്ക് മക്കളെ പറഞ്ഞയക്കണം. ദർസുമായി ബന്ധപ്പെട്ട്, ഇൽമുമായി ബന്ധപ്പെട്ട് മക്കൾ ജീവിക്കുമ്പോൾ അവർ വഴികളിലാവൂല. لأنهم في وجوه الأرض يطمرون. ആരുമായിട്ടാണ് നീ കൂട്ടുകൂടേണ്ടത്? നല്ല നല്ല ആളുകളുമായിട്ട്, പള്ളിയുള്ള ഉസ്താദുമാരുമായിട്ട്, അതേപോലെ തന്നെ ആലിമീങ്ങളുമായിട്ട്, അതേപോലെ തന്നെ മുതഅല്ലിമീങ്ങളുമായിട്ട്, നല്ല നല്ല ദീനിയായ ആളുകളുമായിട്ട് നീ കൂട്ടുകൂടുമ്പോൾ അവരിലുള്ള നന്മകളെ കൊണ്ട് നിനക്ക് നന്നാവാൻ കഴിയും. അവരുള്ള ഓരോ സൽപ്രവർത്തനങ്ങളെ കൊണ്ട് നിന്റെ ജീവിതം നന്നാക്കാൻ കഴിയും. കാരണം അവരൊക്കെ ആരാണ്? നീ അന്നവും അവർ ഭൂമിയിലുള്ള ചന്ദ്രന്മാരാണ്, പ്രകാശം പരത്തുന്ന അല്ലാഹുവിന്റെ അടിമകളാണ്. അതുകൊണ്ട് നല്ല നല്ല ആളുകളുമായിട്ട് ജീവിക്കണം. എന്നാൽ നിനക്ക് നന്മകളെ എത്തിക്കാൻ കഴിയും, നല്ല വഴി എത്തിക്കാൻ കഴിയും. ആ നല്ല നല്ല ആളുകൾ ഭൂമിയിൽ അവർ ചന്ദ്രന്മാരാണ്. ഏതുപോലെ مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. അഴുക്ക് ചാലിലെ അഴുക്ക് വെള്ളം തിരൂർ ടൗണിലും കോഴിക്കോട് ടൗണിലും അതേപോലെ തന്നെ മലപ്പുറം ടൗണിലും ഒക്കെ ഇങ്ങനെ അരുവിയിൽ അഴുക്ക് ചാല് ഇങ്ങനെ ഒഴുകിപ്പോകും. ഈ അഴുക്ക് ചാലിലെ വെള്ളം കടലിലേക്ക് അങ്ങനെ ചേരുമ്പോ ആ അഴുക്ക് ചാലിന്റെ വെള്ളം കടലിലെ വെള്ളത്തോട് കൂടി കലരുമ്പോ പിന്നെ ഈ വെള്ളം നന്നാവുകയാണ്. പിന്നെ ആ കടലിലെ വെള്ളം അഴുക്കാവൂല, ഈ വെള്ളം നന്നാവുന്നു. അതേപോലെ നല്ല നല്ല ആളുകളുമായിട്ട് നീ കൂടി ചേരുമ്പോൾ ഈ അഴുക്കായ വെള്ളം നന്നായതുപോലെ നല്ലവരുമായിട്ട് നിനക്ക് കൂട്ടുകൂടുമ്പോൾ നന്നാവാൻ കഴിയും. ആ നന്നാവാനുള്ള ഒരു അവസ്ഥ വിശേഷമാണ് അറിവ് സമ്പാദിക്കുക. അതിനു വേണ്ടിയാണ് നമ്മൾ ക്ലാസുകൾ വെക്കുന്നത്. ദുഹൂറിന് ശേഷവും തറാവീഹിന്റെ ശേഷവും ദിവസവും മസ്അലകൾ പറയുന്നത്. ആ മസ്അലകൾ അനുസരിച്ചുകൊണ്ട് അത് നമ്മൾ കരസ്ഥമാക്കി പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു തആല ഇബാദത്തുകൾ സ്വീകരിക്കുകയാണ്. ആ ഒരു ആരാധന കർമ്മങ്ങൾ സ്വീകരിക്കാൻ അറിവുകൾ വേണം.
നിസ്കാരത്തിലും നോമ്പിലും ഷർത്തുകളുണ്ട്, ഫർദുകളുണ്ട്. ആ ഫർദുകളും ഷർത്തുകളും പാലിക്കണം. എങ്ങനെ നിസ്കരിച്ചാൽ പോരാ? സുജൂദ് ചെയ്യുമ്പോ സഹോദരിമാര് പെണ്ണുങ്ങൾ സുജൂദ് ചെയ്യുമ്പോ കൈകൾ ഇങ്ങനെ ഈ പിന്നെ ശരീരത്തോട് ഇങ്ങനെ കൂട്ടിച്ചേർക്കണമെന്ന് സുജൂദ് ചെയ്യും. ആണുങ്ങളെ കൈ വിടർത്തി വെക്കണം. അതേപോലെ തന്നെ സുജൂദ് ചെയ്യുന്ന സമയത്ത് 7 അവയവം വെക്കണം. സുജൂദ് ചെയ്യുന്ന സമയത്ത് നെറ്റിയിലേക്ക് ഇപ്പൊ ചില കുട്ടികളെ മുടിയുണ്ട്. ആണാണോ പെണ്ണാണോ തിരിച്ചറിയില്ല. നേരെ മുടിയെ കിട്ടി പെണ്ണിനെ പോലെ വളർത്തുകയാണ്. പെണ്ണിന്റെ സ്വഭാവം സ്വീകരിക്കുക. മഹാനാകുന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണിനെ, ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണിനെ. നോക്കൂ നിങ്ങൾ, ഇന്ന് പെണ്ണുങ്ങൾ പാന്റ് ധരിക്കുന്ന കാലഘട്ടമാണ്. പെണ്ണിന് പാന്റ് പറഞ്ഞിട്ടില്ല. അവൾ ധരിക്കേണ്ട വസ്ത്രം അവൾക്ക് അല്ലാഹു തആല ഹലാലാക്കിയ വസ്ത്രമാണ്. പെണ്ണ് പാന്റ് ധരിക്കാൻ പാടില്ല. ഇന്ന് അങ്ങനത്തെ കാലഘട്ടമല്ലേ. അതേപോലെ ആണുങ്ങൾ ഒരിക്കലും പെണ്ണിന്റെ വേഷം ധരിക്കാൻ പാടില്ല. അതെങ്ങനെ? ആണ് സാധിക്കാൻ പാടില്ല. അതാണ് ഇപ്പൊ ഈ നാടകമൊക്കെ ഉണ്ടാകുമ്പോൾ പ്രച്ഛന്ന വേഷത്തൊക്കെ പറഞ്ഞിട്ട് നാടകം ഹറാമാണെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? അതിന് വേഷം മറ്റുള്ള വേഷം ധരിക്കുന്നു. അതേപോലെ എന്റെ സഹോദരിമാരെ, ആ ആണുങ്ങൾ മുടി വളർത്തുമ്പോ പെണ്ണുങ്ങളെ പോലെ നീട്ടി വളർത്തുകയാണ്. മുറുമ്പത്ത് നഷ്ടപ്പെടുന്ന പണിയാണ്. ഒരിക്കലും അയാളെ സാക്ഷിക്ക് പറ്റൂല, സാക്ഷിക്ക് പോലും പറ്റൂല. പിന്നെ മുടി ഇങ്ങനെ വളർത്തി ചിലപ്പോ ബാക്കിൽ ഇങ്ങനെ ചുരണ്ടിയിട്ട് മുന്നിലിങ്ങനെ വളർത്തുകയാണ്. ആ കുട്ടികൾ സുജൂദ് ചെയ്യുമ്പോ സുജൂദിന്റെ ഭാഗത്തേക്ക്, നെറ്റിയുടെ ഭാഗത്തേക്ക് മുടി വരികയാണ്. നിസ്കാരം ശരിയാവില്ല. അതേപോലെ തന്നെ സുജൂദ് ശരിയാവില്ല. അതേപോലെ തന്നെ ആ വെള്ളം തല തടവുമ്പോൾ തലതടവൽ നിർബന്ധമാണ്. ഈ തല തടവുന്ന സമയത്ത് നെറ്റിയിലേക്ക് ഇറങ്ങി വന്ന മുടി തടവിയാൽ ശരിയാവില്ല. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. തല തടവുമ്പോ നമ്മളിങ്ങനെ തല മുഴുവൻ തടവണം. ഇപ്പൊ നമ്മൾ നെറ്റിന്റെ ഭാഗത്ത് കുറച്ച് മേലോട്ട് തടവിയാലും പിന്നെ അത് തലയുടെ പുറത്തേക്ക് വരുന്ന മുടിയാണെങ്കിൽ അത് ശരിയാവില്ല. അപ്പൊ തലയുടെ പരിധിയിൽപ്പെട്ട ആ മുടി അതിന്റെ മുകളിൽ തടവണം. അപ്പൊ തല മുഴുവൻ തടവ, 2 കൈയും വെള്ളാക്കിയിട്ട് മുഴുവൻ തടവ. അതാണ് സുന്നത്ത്. അത് പ്രത്യേക സുന്നത്താണ്. മാലിക് മദ്ഹബ് നിർബന്ധമാണ്. അതേപോലെ തന്നെ wudu എടുക്കുമ്പോ അവയവങ്ങൾ തേച്ചു വെക്കണം. ചില ആളുകൾ wudu എടുക്കുമ്പോ വെള്ളം കൊണ്ട് 2 കാലും ഒപ്പം കഴുകും. ഹൗദിന്ന് വെള്ളം ഇങ്ങനെ ഒപ്പോണ്ട് മുക്കിയെടുത്ത് 2 കാലും ഒപ്പം കഴുകും. അതല്ല, വലത്തെ കാല് കഴുകണം, എന്നിട്ട് ഇടത്തെ കാല് കഴുകണം. എന്നിട്ട് wudu എടുത്ത് കഴിഞ്ഞ് കിബിലക്ക് തിരിഞ്ഞിട്ടാണ് wudu എടുക്കേണ്ടത്. കിബിലക്ക് തിരിഞ്ഞ് wudu എടുക്കുക. wudu എടുത്ത് കഴിഞ്ഞാൽ അവൻ പറയേണ്ട ദിക്റുണ്ട്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ഈ ഒരു ദിക്ർ നമ്മൾ പറയണം. കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി ഖിബലക്ക് തിരിഞ്ഞ് അവൻ പറയുകയാണ്. അങ്ങനെ പറഞ്ഞാൽ നബി തങ്ങൾ പറയുന്നു, ഫുതിഹത് ലഹു അബ്വാബുസ് സമാനിയ, അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും ആ മനുഷ്യർക്ക് തുറക്കപ്പെടുമെന്ന് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ അത് പറയണം. ഇപ്പൊ അധികം വീട്ടിന്റെ ഉള്ളിലാവുന്ന അപ്പൊ ആകാശത്തേക്ക് നോക്കാൻ കഴിയില്ല. എന്നാലും സിറ്റ് ഔട്ടിന്റെ അവിടെ വന്നിട്ട് നമ്മള് ആകാശത്തിലേക്ക് നോക്കി കൈയുയർത്തിക്കൊണ്ട് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഇഷ്ടമുള്ള കവാടത്തിലൂടെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് കടത്തുന്ന ലോകത്തിന്റെ ഹബീബ് മഹാനാകുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ വുദൂവുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളാണ്. അത് നമ്മൾ നന്നായിട്ട് പഠിക്കണം. ആ ഒരു അറിവ് കിട്ടിയ മനുഷ്യൻ നന്നാവുകയാണ്.
അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം നോക്കൂ നിങ്ങൾ. ആ അറിവില്ലാത്തതിന്റെ പേരിൽ ഇന്ന് ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഖുർആൻ എങ്ങനെ ഓതണം, നിയമങ്ങൾ എങ്ങനെ പാലിക്കണം, അതൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നെങ്കിൽ ആ ക്ലാസ്സിൽ ഇന്ന് ആളുകൾ കുറവാണ്. എന്നാൽ സഹോദരിമാരെ, ആ ഖബറിൽ നമ്മൾ പോയി കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം അതാണ്. ആ ഖബറിൽ നമ്മൾ പോയി കിടക്കുന്ന ഖബറുണ്ടല്ലോ, എവിടെയാണോ നമ്മുടെ മരണം, എവിടെയാണോ നമ്മുടെ മറവ് ചെയ്യപ്പെടുന്നത്, ഒരാൾക്കും ഒരു സമയത്തും പറയാൻ സാധ്യമല്ല. എപ്പോഴാണ് മരണം എന്ന് ഒരിക്കലും പറയാൻ സാധ്യമല്ല. ഈ അടുത്ത് മസ്ഊദ് സഖാഫി എന്ന് പറയുന്ന എന്റെ അത്രമാത്രം പ്രായമില്ലാത്ത ഒരു ചെറിയ ചെറുപ്പക്കാരനായ ഉസ്താദ് തലേ ദിവസം രാത്രി വയറ് പറഞ്ഞു, പിറ്റേ ദിവസം സുബഹി നിസ്കരിച്ചു. ആ ഉസ്താദ് അല്ലാഹുവിന്റെ വെളിക്കുത്തരം നൽകി യാത്രയായി എങ്കിൽ അല്ലാഹുവേ, ആ ഉസ്താദിനും മരിച്ചുപോയ ഞങ്ങളെ അടിമീന്ന ഉസ്താദുമാര്, ഞങ്ങളെ മാതാപിതാക്കൾ, അല്ലാഹ് എല്ലാവർക്കും നീ ദോഷങ്ങളെ പൊറുക്കണേ അല്ലാഹ്, ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ പള്ളിയുടെ ചുറ്റുപാടത്ത് ഖബറിൽ കിടക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. എന്റെ ഉമ്മമാരെ, ആ മരണം എപ്പോഴാണ്, ഏത് സമയത്താണ് എന്ന് ഒരിക്കലും നിങ്ങൾക്കും നമുക്കും ഒരിക്കലും പറയാൻ സാധിക്കൂല. ഏത് സമയത്താണ് അസുഖമായി വരുന്നത് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ഖുർആൻ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ ശരീരങ്ങളും മരണത്തിന്റെ രുചി അറിയും. ആ ഒരു മരണം നമ്മൾ മരിക്കണ്ട എന്ന് കരുതിയാൽ അല്ലാഹു നിശ്ചയിച്ച അവധിക്ക് നമ്മളൊക്കെ യാത്ര പോകണം. അല്ലാഹു നിശ്ചയിച്ച അവധിക്ക് യാത്ര പോകണം. പോകുന്ന സമയത്ത് നമ്മളെ കൂടെ കൊണ്ടുപോകാൻ ഒന്നുമില്ല, നമ്മുടെ അമലുകൾ മാത്രമാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ.